ബദാം, അണ്ടിപ്പരിപ്പ്, പിന്നെ ഈത്തപ്പഴം ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങാൻ പോകണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഒന്നാമത് ചൂടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ വിചാരിക്കും ഉച്ചയ്ക്ക് ശേഷം പോവാമെന്ന്, ഉച്ചയ്ക്ക് ശേഷം വിചാരിക്കും രാത്രി പോവാമെന്ന്. എപ്പോൾ നോക്കിയാലും ചൂട് തന്നെ. അപ്പോൾ ഇന്ന് എന്നോട് ഇങ്ങനെ മോള് പറഞ്ഞു, ഉമ്മച്ചി ഐറൂസിന് കുറേ ദിവസമായി ഈത്തപ്പഴവും ബദാമൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങിയാലോ ചോദിച്ചു. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല, ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. നേരെ ഞങ്ങൾ മമതേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ എല്ലാം കിട്ടും. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കുകയാണ്. ഐറൂസാണെങ്കിൽ വന്ന പാടെ ഒരു കയ്യിൽ കിൻഡർ ജോയിൻ്റെ ഒരു ബോളും മറ്റേ കയ്യിൽ ജെംസിൻ്റെ ഒരു ബോളും കിട്ടിയതുകൊണ്ട് പിന്നെ ഓനെ വേറെ ഒന്നും പിന്നെ കയ്യിൽ പിടിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഓൻ അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ എല്ലാ സാധനങ്ങളും നോക്കിയും കണ്ടു. പിന്നെ മുകളിൽ ഓട്സ് വാങ്ങാണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പാല്, വീട്ടിലത്തെ പാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആവശ്യമുള്ളത് ഞാനും വാങ്ങി, ഓൾക്ക് ആവശ്യമുള്ളത് ഓളൊക്കെ വാങ്ങി ഇതൊക്കെ സെറ്റായി ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഓട്ടോറിക്ഷയിലാണ്, അങ്ങോട്ട് നടന്നാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കതൊരു എന്താ ഇപ്പോൾ ഇതൊരു പൊട്ടത്തര ചെയ്ത പോലെ തോന്നി. കാരണം അങ്ങോട്ട് പോകുമ്പോഴല്ലേ ഞങ്ങളെ കയ്യിൽ നിറച്ച് സാധനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങോട്ടല്ലേ ശരിക്കും ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ടത്. എന്തായാലും ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ എന്തായാലും നടന്ന് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. പോണ വെഹിക്കൽ മമ്മതൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് അതിൻ്റെ മൂത്തച്ഛൻ്റെ കട കേട്ടോ. മൂപ്പരവിടെ ഈ ഉപ്പിലിട്ട സംഭവങ്ങൾ പിന്നെ കടല വറുത്തതൊക്കെ ഇങ്ങനെ വിൽക്കലാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ കൂടെ പോകുന്നപ്പോൾ ഒരു കടലൊക്കെ ഞങ്ങൾക്ക് തന്ന് അതൊക്കെ വാങ്ങി. മൂപ്പര കടൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഒരു ഫ്രൂട്ട്സ് കട. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഐറൂസിന് ഓറഞ്ച്, മുന്തിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നടന്ന് ഇങ്ങനെ പോരുന്ന വെഹിക്കൽ വീട്ടിലേക്ക് എത്താനുള്ള പോരുന്ന വെഹിക്കലാണ് നമ്മൾ ഇറാനി ചായ ഉള്ളത്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ചായ കുടിക്കാനൊരു കൂതി. ഞാനും മോളും പിന്നെ ഒരേ ടൈപ്പ് ചായ കുടിക്കാരായതുകൊണ്ട് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ട് കയറി 3 ചായ വാങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഐറൂസിന് ചായ വേണം നിർബന്ധം ഇക്കാരട്ടോ. അത് വിചാരിച്ചിട്ടാണ് 3 വാങ്ങിയത്. പക്ഷേ ഓനെ കുടിക്കാനൊന്നും വന്നില്ല. ഓനെ കിൻഡർ ജോയ് പൊട്ടിച്ച് കഴിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ചായമൊക്കെ വന്നില്ല. പിന്നെ ഞങ്ങൾ ചായ ഫുള്ള് 3 ചായയും ഞങ്ങൾ രണ്ടാൾ തന്നെ കുടിച്ച് തീർത്ത്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഓക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ചായ മാത്രം വാങ്ങിയാൽ മതി, വേറെ ഒന്നും വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇതിൻ്റെ മണമൊക്കെ ഇങ്ങനെ നമ്മളെ ലോട്ടർ ഫീസിൻ്റെ മണമൊക്കെ കിട്ടിയപ്പോൾ ഓക്ക് വാങ്ങാനൊരു ബുദ്ധി. പിന്നെ വീട്ടിലെത്തിയിട്ട് കഴിക്കാം, അവിടെ ആകുമ്പോൾ ഉപ്പച്ചിയും ഇതുമൊക്കെ അവിടെ ഉള്ളതല്ലേ, അപ്പം നമുക്ക് പാർസൽ വാങ്ങി പോവാമെന്ന് പറഞ്ഞിട്ട് ഓള് പാർസൽ വാങ്ങിയിട്ടോ. ഇനി അവിടെ നിന്ന് കഴിച്ചതിന് ഇതുമൂലൊക്കെ എന്തായാലും കൊതിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത് കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഓള് വാങ്ങുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് എന്തോ ഒരു ഭയങ്കര മധുരമുള്ള ഒരു സാധനമാണ് കേട്ടോ. അതൊക്കെ എന്തോ ഒരു എന്താണ് ഹോർമോൺ ചേഞ്ച് എന്തോ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും മധുരമുള്ള കഴിക്കൂല കേട്ടോ. എന്തായാലും ഞങ്ങളൊക്കെ ഒറ്റയിരിപ്പിന് അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വേണ്ട ബദാം, വാൾനട്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. ഈത്തപ്പഴം ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ്. പിന്നെ ഞാനൊരു ബട്ടർ വാങ്ങി, മോള് ഓട്സ് വാങ്ങി, ഓട്സൊക്കെ ഇടാനുള്ള ആപ്പിള്, പിന്നെ റോബസ്റ്റ പഴം അതൊക്കെ ഇട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കിച്ചണൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയായിരുന്നു. അരി അരച്ച് മാവ് ഇറക്കാനൊക്കെ ഉണ്ടായിരുന്നൊക്കെ അതൊക്കെ അരച്ച് വെച്ചു, കിച്ചണൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് കേട്ടോ.